രാധേ രാധേ. എന്താണ് ധ്യാനം? ധ്യാനത്തിന് വേണ്ടി കുടുംബജീവിതം ഒക്കെ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് ഹിമാലയത്തിന്റെ മുകളിൽ പോയിരുന്ന് ജീവിതത്തിൽ നിന്നൊക്കെ ഒളിച്ചോടി മനസമാധാനത്തിന് വേണ്ടി അവിടെ പോയിരുന്ന് ധ്യാനിക്കുന്ന സന്യാസിയാകുന്ന പല ഋഷിമാരെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്താണ് ധ്യാനം? ധ്യാനത്തിന് വേണ്ടി ഏതെങ്കിലും പ്രത്യേക സമയമുണ്ടോ? ഏതെങ്കിലും പ്രത്യേക പോസ്ചർ, ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ധ്യാനത്തിന് ഒരു പ്രത്യേക ടെക്നിക്കും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വാസ്തവം. ഒരു പത്മാസനത്തിൽ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്കിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും നമുക്ക് ധ്യാനം കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മൾ വെളുപ്പിന് 4 മണിക്കോ അല്ലെങ്കിൽ ബ്രാഹ്മമുഹൂർത്തത്തിലോ ഒന്നും എഴുന്നേക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും നമുക്ക് ധ്യാനമാക്കാം. അതെങ്ങനെയെന്നല്ലേ പറയാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും 100% ബോധത്തോടു കൂടി ചെയ്യുക. അതിൽ തന്നെ ഇൻവോൾവ് ചെയ്ത് ചെയ്യുക. ആബ്സെന്റ് മൈൻഡഡായി മറ്റൊന്നും ചിന്തിച്ച് ആ പ്രവൃത്തി ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഒരു സ്വപ്നാടകയെ പോലെ ആ പ്രവൃത്തി ചെയ്യാതിരിക്കുക. മെക്കാനിക്കലായി അല്ലെങ്കിൽ യാന്ത്രികമായി ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുക. ഇപ്പൊ എൻ്റെ ജോലി ഇറച്ചി വെട്ടാണെങ്കിൽ ഞാൻ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇറച്ചിയുടെ ഓരോ പീസും ഞാൻ ആ ഇറച്ചിയായി തന്നെ അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വെട്ടുക. അതിൽ തന്നെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് വെട്ടുക. അല്ലെങ്കിൽ ഈ ഇറച്ചി വെട്ടിയാൽ എനിക്ക് എത്ര പൈസ കിട്ടും, ഇന്നത്തെ ശമ്പളം, അങ്ങനെ യാതൊരുവിധ ചിന്തകളിലോ ഒന്നും പോവാതെ അതിൽ തന്നെ ഇൻവോൾവ് ചെയ്ത് ബോധപൂർവം അലേർട്ടായി കോൺഷ്യസ് ആയി ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്താൽ അതിനെ ധ്യാനം എന്ന് പറയും. ദിവസം 1 മിനിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മളുടെ അവയർനെസ് അല്ലെങ്കിൽ അവബോധം അല്ലെങ്കിൽ നമ്മളുടെ കോൺഷ്യസ്നെസ് അത് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഇന്നത്തെ തലമുറയിൽ നമുക്കൊരിക്കലും വളരെ കഷ്ടപ്പെട്ട് മാത്രമേ നമുക്കത് കൊണ്ടുവരാൻ പറ്റൂ. കാരണം ഈ AI ലോകത്ത്, ഈ മെക്കാനിക്കൽ വേൾഡിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളുടെയും ഐഫോണുകളുടെയും ഈ ലോകത്ത്, അതായത് നമ്മുടെ ലോകം തന്നെ മെക്കാനിക്കലാണ്, യാന്ത്രികമാണ്. ആ യാന്ത്രികമായ ലോകത്ത് യാന്ത്രികതയില്ലാതെ യാന്ത്രികത എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് 0% ആക്കിയിട്ട് ബാക്കി 100% അവബോധത്തിലേക്ക് ബോധപൂർവം കാര്യങ്ങൾ ചെയ്യുക. ആ ഒരവസ്ഥയാണ് ധ്യാനം. ദിവസം കൂട്ടിക്കൊണ്ടുവന്ന് 1 മണിക്കൂറാക്കി 24 മണിക്കൂറും ആ ഒരു ബോധാവസ്ഥയിൽ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് എൻലൈറ്റൻമെന്റ് എന്നുള്ള ഒരു അവസ്ഥയിലെത്തുന്നത്. അത് തന്നെയാണ് ശ്രീബുദ്ധനും അഷ്ടാവക്ര മുനിയും ഓഷോയും ഒക്കെ പറഞ്ഞത്. രാധേ രാധേ.